ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കും ഉണ്ട്. ഇയാൾ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെയാണ്, അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിലെ കുടിപ്രശ്നം, കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ലേ? ചോദിച്ചിട്ടില്ലേ? സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകുമോ? അത് രാഷ്ട്ര വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗവാക്കാവുന്നു. പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല, അല്ലേ? അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം, അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം. അപ്പോ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഈ പ്രദേശത്ത് എൻ്റെ ഉത്തരവാദിത്വമല്ലെങ്കിൽ പോലും ഞാൻ വ്യക്തമായി പറയുന്നു, ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുമ്പ് നടന്ന പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന, ആ പദ്ധതികൾ പകുതിയിൽ കൂടുതൽ, ഏതാണ്ട് 6 or 7 പദ്ധതി ഒഴിച്ച് ബാക്കി മുഴുവൻ നടക്കാതെ കെട്ടിക്കിടന്നിടുന്നിടത്ത് കാശ് വന്നില്ല എന്ന കാരണം പറഞ്ഞ് അതിനൊരു അമാന്തമുണ്ടായപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് പദ്ധതി വരുന്നത്. ഗ്രാമീണ വികസനം, റൂറൽ ഡെവലപ്മെന്റ്. അത് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹത്തിന് കത്ത് നേരിട്ട് പാർലമെന്റിനുള്ളിൽ വെച്ച് തന്നെ കൊടുത്ത് അദ്ദേഹം അതിന് നടപടി സ്വീകരിച്ച് ഇന്നലെ വൈകുന്നേരം സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. കേരള ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. 120 കോടി സാങ്ഷൻ ചെയ്തിരിക്കുന്നു. അത് 120 കോടിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിന് അനുസരിച്ച് അതിൽ നിന്ന് വലിച്ചെടുക്കാം. വകമാറ്റി ചെലവാക്കാനുള്ള കുതന്ത്രമെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കൃത്യമായിട്ട് ഓഡിറ്റ് പിടിക്കുന്ന തരത്തിൽ. കാരണം ഈ വാർത്ത വന്നപ്പോ തന്നെ ഇവിടെ ചില എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നു. ഇപ്പൊ അടിച്ചോണ്ട് പോകും, ഇപ്പൊ ഫ്ലെക്സുമായിട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നിങ്ങൾ വകവയ്ക്കണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന പക്ഷം ചേരുന്നതായാലും പക്ഷത്തിനെതിരായാലും ശരി തന്നെ, പകുതിയിൽ കൂടുതൽ നമ്മൾ വില വയ്ക്കേണ്ടതില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ, അതിൽ എത്ര ശതമാനം നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന നേരിട്ടുള്ള അവലോകനം മതി. സോഷ്യൽ മീഡിയ ദോഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ദോഷം സൃഷ്ടിക്കുന്നവരുമുണ്ട്. അത് ഇനിയും വരും. കാരണം ഇതവർക്ക് വലിയ അസഹിഷ്ണുത സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തി എന്ന നിലയ്ക്കാണ്, ഒരു മന്ത്രിയായിട്ട് ഇവിടെ വന്നാൽ പോലും, ഒരു MP ആയിട്ട് ഇവിടെ വന്നാൽ പോലും, ഇതൊന്നും അല്ലാതിരുന്ന സമയത്തും ഇങ്ങനെയുള്ള സഭകളിൽ ഞാൻ സുരേഷ് ഗോപി എന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ആ വ്യക്തി തന്നെ മുൻപി നിൽക്കും, അതിലൊന്നും ഒരു മാറ്റവുമില്ല. പറ്റാവുന്നത് പറ്റും, നോക്കട്ടെ എന്ന് പറയും, അത് പറ്റും. പറ്റില്ല എന്നുള്ളത് ഇളിച്ച് കാണിച്ച് പറഞ്ഞ് കാത്തിരിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല, നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറയും. അതുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങളല്ല, സമൂഹത്തിനാണ് ഒരു ജനപ്രതിനിധി. ആ സമൂഹത്തിന് ചേരുന്നതായ നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് കാത്തിരിക്കുന്ന പഞ്ചായത്ത് നടപടികൾ ഏതെങ്കിലും നടക്കാതായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിക്കാരോട് പറഞ്ഞ് ആ പഞ്ചായത്ത് സെക്രട്ടറിയെ, കാരണം അവിടുത്തെ രാഷ്ട്രീയം കൈയാളുന്ന ഭരണസമിതിയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല, പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സാധിക്കും. ആ നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ചെയ്തെടുക്കാൻ ഒരു സമരം വേണമെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ നടത്തിയെടുക്കുന്നതിനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് ആരും ആ പൂച്ചാണ്ടി കാണിച്ച്
പേടിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇനി ഇത് കുറച്ച് തീവ്രമായ രീതിയിലായിരിക്കും ഇത് ജനപക്ഷത്തേക്ക് ലഭ്യതയ്ക്ക് വേണ്ടി വളരെ തീവ്ര ശക്തി ഉപയോഗിച്ച് തന്നെയായിരിക്കും. കലുങ്ക് സംഗമം എന്ന് പറയുന്നത് സൗഹൃദ സംഗമമാണെങ്കിൽ ഈ സംഗമത്തെ എതിർക്കുന്നവർക്കെല്ലാം ഈ സംഗമം വലിയ ശത്രുവായി രൂപം പ്രാപിക്കും, വിശ്വരൂപം വെളിവാക്കുമെന്ന് ഇവിടെ താക്കീതായിട്ടൊന്നുമല്ല, ഒന്ന് അറിയിക്കുകയാണ്. സുഖിച്ചോളൂ നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയാം. നിവേദനങ്ങളെല്ലാം ഇപ്പോൾ ഈ പറയുന്ന സാങ്കേതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോലും നിവേദനങ്ങൾ ഇവിടെ വെച്ച് തരരുത്. ഇവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാറിനെ ഏൽപ്പിച്ച് അതിൻ്റെ ഓഫീസിൽ തന്നെ എത്തിക്കണം. നിങ്ങൾ അവിടം വരെ വരണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ കാര്യത്തിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് അവിടെ വരേണ്ടതാണെങ്കിൽ അവിടെ വന്ന് അവിടെ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുമെങ്കിൽ അവരുമായിട്ടിരുന്ന് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നിങ്ങൾക്കുമുണ്ട് വലിയ ഉത്തരവാദിത്വം. അത് ചെയ്തെടുക്കാൻ നോക്കണം.